ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. മിസ്സിന്റെ പേര് ശ്രീഭാമ. മക്കളെ സ്നേഹത്തോടെ SB മിസ് എന്നാണ് വിളിക്കാറുള്ളത്. അപ്പൊ മക്കൾക്ക് ഇതാ ബേസിക് സയൻസിന്റെ എക്സാം എത്തിയല്ലേ. ഇനിതാ ഒന്നും ഇല്ല, ദിവസങ്ങളൊന്നും ഇല്ല മക്കൾക്ക് മുമ്പില്. അപ്പൊ മക്കൾക്ക് വേണ്ടിയിട്ട് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. നമുക്കൊരു ചാപ്റ്ററിലെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് പഠിച്ചാലോ? റെഡിയാണോ എന്റെ മക്കള്? അപ്പൊ ശ്രദ്ധിച്ചു തന്നെ ഇരിക്കാം. മിസ് അത്രയും കറക്റ്റ് ആയിട്ട് മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച കുറെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. സെലസ്റ്റിയൽ ഷാഡോ സൈഡ്സ്, മാനത്തെ നിഴൽ കാഴ്ചകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ മക്കൾക്ക് എക്സാം വരാൻ പോവാണ്. അപ്പൊ ശ്രദ്ധിച്ചു തന്നെ ഇരിക്കുക. മാക്സിമം നമ്മൾ എക്സാമിന് നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്കോർ ചെയ്യണം അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. മക്കൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: പ്രകാശം സഞ്ചരിക്കുന്നത് ഏത് പാതയിലാണ്? ഇൻ വിച്ച് പാത്ത് ഡസ് ലൈറ്റ് ട്രാവൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഒരു ടോർച്ച് ലൈറ്റ് ഇട്ട് നമ്മളൊന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ മക്കളെ നമുക്ക് എന്താ കാണാൻ പറ്റാടാ? സ്ട്രെയിറ്റ് ലൈനിലാണ് അത് പോകുന്നത് അല്ലെ. അതേപോലെ നമ്മളിപ്പോ വണ്ടി തിരിച്ചും മറിച്ചൊക്കെ ഓടിച്ചു നോക്കിയാലും അതിന്റെ ഹെഡ്ലൈറ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനിൽ മാത്രമേ പോവുള്ളൂ. അതുകൊണ്ടാണ് ഈ വളവ് തിരിയുമ്പോൾ പോലും നമുക്ക് ആ ലൈറ്റ് അതേപോലെ തിരിയുന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മുടെ ലൈറ്റ് കാണുന്നത് അല്ലെ. അപ്പൊ പ്രകാശം സഞ്ചരിക്കുന്നത് എപ്പോഴും നേർരേഖയാണ്, സ്ട്രെയിറ്റ് ലൈനിലാണ്. അപ്പൊ ഒരു മാർക്ക് എന്റെ മക്കൾക്ക് സിമ്പിൾ ആയിട്ട് ഇപ്പൊ കിട്ടിയില്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ മക്കളെ? അധാര്യ വസ്തു, സുതാര്യ വസ്തു, അർദ്ധധാര്യ വസ്തു എന്നിവ ഉദാഹരണ സഹിതം വിശദമാക്കുക. എക്സ്പ്ലെയിൻസ് ട്രാൻസ്പെറന്റ് ഒബ്ജെക്ട്, ട്രാൻസ്ലൂസന്റ് ഒബ്ജെക്ട് ആൻഡ് ഒപാക് ഒബ്ജെക്ട് വിത്ത് എക്സാമ്പിൾ ആണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് സുതാര്യ വസ്തു എന്ന് പറയുന്നത്? നമുക്കറിയാം, ഒരു വസ്തുവിൽ നമ്മൾ ടോർച്ച് അടിച്ച് നോക്കി അല്ലെങ്കിൽ ലൈറ്റ് അടിച്ച് നോക്കുക ചെയ്യുമ്പോൾ ആ ലൈറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് കടത്തിവിടുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സുതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ട്രാൻസ്പെറന്റ് ഒബ്ജെക്ട്സ് എന്ന് പറയുന്നത് അല്ലോ ഓൾ ലൈറ്റ് ത്രൂ, അതിലൂടെ എല്ലാ ലൈറ്റും കടന്നു പോകുന്നുണ്ട്. അങ്ങനെയുള്ള വസ്തുക്കളെ നമ്മൾ എന്ത് പറയാം മക്കളെ? സുതാര്യ വസ്തു. നമ്മളിപ്പോ ജലത്തിലൂടെ ഒന്ന് ടോർച്ച് ലൈറ്റ് കടത്തി വിട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ശുദ്ധജലം, പ്യുവർ വാട്ടറിലാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് പുറത്തോട്ട് പോകും അല്ലെ. അങ്ങനെ എല്ലാ ലൈറ്റും പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? സുതാര്യ വസ്തു. പേര് പോലെ തന്നെ സുതാര്യനായിട്ടുള്ള ആളാണ്. അതേ സമയത്ത് അർദ്ധധാര്യ വസ്തുവാണെന്ന് വിചാരിക്കുക. അർദ്ധം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയില്ലേ, ഹാഫ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ പകുതി ലൈറ്റ് കടത്തിവിടും, പകുതി ലൈറ്റ് കടത്തിവിടില്ല. അങ്ങനെയുള്ള വസ്തുക്കളെ പറയുന്ന പേരാണ് ട്രാൻസ്ലൂസന്റ് ഒബ്ജെക്ട് അഥവാ അർദ്ധധാര്യ വസ്തു എന്ന് പറയുന്നത്. അല്ലോ സം ലൈറ്റ് ത്രൂ, കുറച്ച് ലൈറ്റ് മാത്രം കടത്തിവിടുന്ന ആളുകൾ. ഓക്കെ അല്ലേ, റെഡി അല്ലേ? ഇനി അധാര്യ വസ്തു, ഒപ്പാക് ഒബ്ജെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? തീരെ ലൈറ്റിനെ കടത്തിവിടില്ല, ഭയങ്കര റഫ് ആയിട്ടുള്ള ആളാണ് അല്ലെ. ഒരു ലൈറ്റിനെ കടത്തിവിടാത്ത ആളുകളാണ് ആരെന്ന് പറയുന്നത്? അധാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. അല്ലോ നോ ലൈറ്റ് ത്രൂ എന്ന് പറയുന്നു. അപ്പൊ അതിനുള്ള എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, സുതാര്യ വസ്തു എന്ന് പറയുമ്പോൾ ലൈറ്റിനെ നന്നായിട്ട് കടത്തിവിടുന്നത് നമ്മുടെ പ്യുവർ വാട്ടർ, അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെക്സിലെ ലെൻസുകൾ, അതേപോലെ നമ്മുടെ കണ്ണാടി, ഗ്ലാസ്, അതൊക്കെ എന്താ മക്കളെ? നന്നായിട്ട് ലൈറ്റിനെ കടത്തിവിടുന്ന ആളുകളാണ്. ഒരു ലൈറ്റ് ഇങ്ങനെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് പുറത്തോട്ട് ആ ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സുതാര്യ വസ്തു പറയാ. ഇതാണ് മക്കൾക്ക് വേണ്ടി മിസ് കുറെ എക്സാമ്പിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ട്രാൻസ്ലൂസന്റ് ഒബ്ജെക്ട് ആയിക്കോട്ടെ, അർദ്ധധാര്യ വസ്തു, ഹാഫ് ബൈ ഹാഫ് അല്ലെ, കുറച്ച് കടത്തിവിടും കുറച്ച് കടത്തിവിടില്ല. അങ്ങനെയുള്ളതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ വെജിറ്റബിൾ ഓയിൽ, അതേപോലെ കളർ പ്ലാസ്റ്റിക്, നമ്മുടെ കളറൊക്കെ കൊടുത്ത് സെറ്റ് ആക്കി വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ. എന്ന് വെച്ചാൽ നമ്മള് പിക്കപ്പുകളൊക്കെ നമ്മൾ കടയിലൊക്കെ പോയിട്ട് വാങ്ങിക്കാറില്ലേ, പിക്കപ്പ് കവറുകൾ വാങ്ങിക്കാറില്ലേ? അതിൽ നോക്കുമ്പോൾ ചിലത് റോസ് കളറില്, ചിലത് ഓറഞ്ച് കളറിലൊക്കെ മക്കൾക്ക് പ്ലാസ്റ്റിക് കവർ കിട്ടാറുണ്ട് അല്ലെ. അതേപോലെ ബട്ടർ പേപ്പർ, ടിഷ്യൂ, നമ്മളിതാ മുഖമൊക്കെ തടക്കുന്ന ടിഷ്യൂ, അതേപോലെ ഗ്ലാസുകൾ, സൺഗ്ലാസുകളിലൊക്കെ എന്താണ് അത്? പകുതി ലൈറ്റിനെയാണ് കടത്തിവിടുന്നത് അല്ലെ. കുറച്ച് കടത്തിവിടും കുറച്ച് കടത്തിവില്ല. അങ്ങനെയുള്ളതിന് എക്സാമ്പിൾ ആണ് ഏതാ? നമ്മുടെ ട്രാൻസ്ലൂസന്റ് ഒബ്ജെക്ട്സിന് എക്സാമ്പിൾ ആണ് ഇവിടെ മിസ് വെച്ചിട്ടുള്ളത്. ഇനി അധാര്യ വസ്തു, തീരെ ലൈറ്റിനെ കടത്തിവിടാത്ത ആളുകൾ ആരൊക്കെ മക്കളെ? നമ്മുടെ മരക്കട്ട ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗോൾഡ് ആയിക്കോട്ടെ, കാർഡ്ബോർഡ് ആയിക്കോട്ടെ, പ്ലാസ്റ്റിക് ചെയർ ആയിക്കോട്ടെ, സ്റ്റൂൾ ആയിക്കോട്ടെ, ഒക്കെ എന്താണ് ലൈറ്റ് കടത്തി വിടൂ ഇല്ല. ലൈറ്റ് നമ്മൾ ലൈറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ലൈറ്റ് പോവുകയില്ല. ഒരു രക്ഷയില്ലാത്ത ആളുകളാണ് അല്ലെ. അങ്ങനെയുള്ളതാണ് അധാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്, അഥവാ ഒപാക് ഒബ്ജെക്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ സെറ്റ് ആക്കിയിട്ട് പഠിച്ചില്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലെ നമ്മൾ റെഡിയാക്കി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം എന്നിവ ഏതെന്ന് കണ്ടെത്തി വിശദമാക്കുക. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ ആൻഡ് ഫൈൻഡ് ഔട്ട് വിച്ച് വൺ ഈസ് എ സോളാർ എക്ലിപ്സ് ആൻഡ് ലൂണാർ എക്ലിപ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏതാ മക്കളെ സോളാർ എക്ലിപ്സും ഏതാണ് ലൂണാർ എക്ലിപ്സും? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നമ്മുടെ സൂര്യൻ സെന്ററില്, മിസ്സൊക്കെ നിൽക്കുന്ന പോലെ സെന്ററിൽ നമ്മുടെ സൂര്യൻ നിൽക്കുന്നു. അപ്പൊ സൂര്യന് ചുറ്റുമാറി കറങ്ങുന്നു, നമ്മുടെ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേ സമയം ഭൂമി
ഭൂമി സ്വന്തമായിട്ടും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ സൂര്യന്റെയും ഭൂമിയുടെയും നടുവിലായിട്ട് നമ്മുടെ ചന്ദ്രൻ വരികയാണ്. അപ്പൊ ഈ ഭൂമിനെ ചുറ്റി എപ്പോഴും ചന്ദ്രൻ ഉണ്ട് അല്ലെ. നമുക്കറിയാം ഭൂമി സൂര്യനെ ചുറ്റുന്നു, അതേപോലെ ഭൂമിയെ ചന്ദ്രൻ ചുറ്റുന്നു. അപ്പൊ ആ ചന്ദ്രൻ ഈ നടുവിൽ വരാണ്. ഈ സ്ട്രീറ്റ് ലൈനില് ഇവിടെ സൂര്യൻ, ഇവിടെ ചന്ദ്രൻ, ഇവിടെ ഭൂമി വരാണെന്ന് വിചാരിക്കുക. അങ്ങനെയാവുമ്പോ ഈ സൂര്യന്റെ ലൈറ്റ് ഇങ്ങനെ വന്ന് ചന്ദ്രനിലോട്ടാണ് പതിക്കുന്നത് അല്ലേ. അപ്പൊ ചന്ദ്രനിലോട്ട് പതിച്ചു കഴിഞ്ഞാൽ ചന്ദ്രന്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്താണ്, നിഴലാണ് ഉണ്ടാവുക. ആ നിഴലാണ് എങ്ങോട്ടേക്ക് പോകുന്നത്, നേരെ നമ്മുടെ ഭൂമിയിലോട്ട് പതിക്കുന്നത് അല്ലെ. അപ്പൊ ഭൂമിയിലോട്ട് പതിക്കുമ്പോൾ നമുക്ക് സൂര്യനെ നോക്കുമ്പോൾ സൂര്യനെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഏത് സാധനമാണ്, നമുക്കറിയാം ഇതിലെ സൂര്യഗ്രഹണമാണ്. അതിന്റെ പിക്ചറാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അല്ലെ. സോളാർ എക്ലിപ്സ് ആണ്. വാട്ട് ഈസ് ദ റീസൺ, നമുക്കറിയാം സണ്ണ്, മൂണ്, എർത്ത് എന്ന് പറഞ്ഞിട്ടാണ്. SME മിസ് പറഞ്ഞു, SME സണ്ണ്, മൂണ്, എർത്ത്, ഇങ്ങനെയാണ് ഓർഡർ വരുന്നതെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് അവിടെ എന്ത് പറയാൻ പറ്റും, നമുക്ക് സൂര്യനെ കാണാൻ പറ്റില്ല, അത് സൂര്യഗ്രഹണമാണെന്ന് പറയാൻ പറ്റുന്നു. അതേസമയം ഇത് നമ്മുടെ രണ്ടാമത്തെ പിക്ചർ എന്താണ്, ചന്ദ്രഗ്രഹണമാണല്ലേ. എന്താ റീസൺ, നമുക്കറിയാം സൂര്യൻ ഇവിടെ സെന്ററിൽ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഭൂമിയാണ് ചന്ദ്രനും സൂര്യനും നടുവിലായിട്ട് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഭൂമി എവിടെ സെന്ററിലായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സൂര്യന്റെ ലൈറ്റ് നേരെ ഭൂമിയിലോട്ടാണ് പതിക്കുന്നത്. അപ്പൊ ഭൂമിയുടെ ഒരു ഭാഗത്ത് നിന്നാണ് ലൈറ്റ് കാണുന്നുണ്ട്. അതേസമയം അപ്പത്തെ സൈഡിൽ എന്താണ്, രാത്രിയാണ് അല്ലെ. അപ്പൊ അവിടെ നിഴൽ ഫോം ചെയ്യുന്നുണ്ട്. ആ നിഴല് എങ്ങോട്ടേക്ക് പോകുന്നു, നേരെ നമ്മുടെ ചന്ദ്രനെ കംപ്ലീറ്റ് ആയിട്ട് മറയ്ക്കുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, ചന്ദ്രനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ദിവസങ്ങളാണ് നമ്മൾ എന്ത് പറയാ, നമ്മൾ വെളുത്ത വാവ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട് അല്ലെ. ചന്ദ്രഗ്രഹണം എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കത് മനസ്സിലായല്ലേ. അപ്പൊ എന്താണ് മക്കളെ സൂര്യഗ്രഹണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ ഭൂമി ചന്ദ്രന്റെ നിഴൽ പാതികളായിട്ട് വരും. അപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് സണ്ണ്, മൂണ്, എർത്ത് വരാണെന്നുണ്ടെങ്കിൽ അപ്പൊ ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു. അപ്പൊ നമുക്ക് എന്താണ്, അതിൽ കൂടെ നോക്കുമ്പോൾ സൂര്യനെ കാണാൻ പറ്റുന്നില്ല. നിഴൽ പതിക്കുന്ന പ്രദേശം നോക്കുമ്പോൾ സൂര്യനെ കാണാൻ സാധിക്കുന്നില്ല. When moon comes between the earth and the sun of the straight line, the earth comes in the shadow of the moon. Then the shadow of the moon falls on the earth. The sun cannot be seen from the area where the shadow falls. This is called solar eclipse എന്ന് പറയുന്നു, അഥവാ സൂര്യഗ്രഹണം എന്ന് നമ്മൾ പറയുന്നു. റെഡി അല്ലേ, സെറ്റ് അല്ലേ. അപ്പൊ എന്താണ് ചന്ദ്രഗ്രഹണം, ലൂണാർ എക്ലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സണ്ണിന്റെയും നമ്മുടെ മൂണിന്റെയും നടുവിൽ ഭൂമി വരികയാണ് ചെയ്യുന്നത് അല്ലെ. SEM സണ്ണ്, എർത്ത്, അതേപോലെ മൂണ്. അപ്പൊ മൂണ് വരുന്ന സമയത്ത് ഇവിടെ എന്താണ് നമുക്കറിയാം, ഈ സൂര്യന്റെ പ്രകാശം നേരെ ഭൂമിയിലോട്ട് വരുന്നു. അപ്പൊ ഭൂമിയുടെ അവിടെ ലൈറ്റ് കാണുന്നു. ഓപ്പോസിറ്റ് സൈഡിൽ എന്താണ് സംഭവിക്കുന്നത്, നിഴലാണ്. ആ നിഴൽ നേരെ നമ്മുടെ ചന്ദ്രനെ മറക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചന്ദ്രനെ കാണാൻ പറ്റുന്നില്ല. അതാണ് ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഡ്യൂറിംഗ് എ ടോട്ടൽ ലൂണാർ എക്ലിപ്സ് ദ മൂൺ അപ്പിയേഴ്സ് ടു ടേൺ റെഡ് വൈൽ പാസിംഗ് ത്രൂ എ ഷാഡോ. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുകയാണ് അല്ലെ. പതിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. സൂര്യനും ഭൂമിയും ചന്ദ്രനും നേർരേഖയിൽ വരുമ്പോൾ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നു. അങ്ങനെയുള്ള ദിവസത്തിനെ നമ്മൾ പറയുന്ന പേരാണ് വെളുത്ത വാവ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ മക്കളെ, ഏത് തരം വസ്തുക്കളാണ് നിഴൽ ഉണ്ടാക്കുന്നത്? വാട്ട് ടൈപ്പ് ഓഫ് ഒബ്ജക്ട് ക്രിയേറ്റ് ഷാഡോസ്? നമുക്കറിയാം നിഴൽ ഉണ്ടാക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് എന്താണ്, മിസ്സിന്റെ മേത്ത് ഒരു ടോർച്ച് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ മിസ് അപ്പുറത്തോട്ട് കടത്തി വിടുന്നുണ്ടോ? കടത്തി വിടുന്നില്ല. കാരണം എന്താണ്, മിസ് ഒരു ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആണ്, ഒരു അതാര്യ വസ്തുവാണ്. അതാര്യ വസ്തുക്കൾ പ്രകാശത്തെ കടത്തിവിടുന്നില്ല, പകരം തടസ്സം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. പാതയ്ക്ക് തടസ്സം നേരിടുമ്പോഴാണ് നിഴലുകൾ ഉണ്ടാകുന്നത്. ഷാഡോസ് ആർ ഫോംഡ് വെൻ ലൈറ്റ് ഈസ് ബ്ലോക്ക്. അപ്പൊ അങ്ങനെ ബ്ലോക്ക് സംഭവിക്കുന്ന, അങ്ങനെ തടഞ്ഞു നിർത്തുന്ന ആളുകൾക്ക് പറയുന്ന പേരാണ് അതാര്യ വസ്തു, ഒപ്പാക്ക് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഓൾ ഒപ്പാക്ക് ഒബ്ജക്ട്സ് മേക്ക് ഷാഡോസ്. അപ്പോ എന്താണ്, ഷാഡോ ഉണ്ടാക്കുന്ന ആളുകൾ ആരാണ്? ഒപ്പാക്ക് ഒബ്ജക്ട്സുകളാണ്, അഥവാ അതാര്യ വസ്തുക്കളാണ്. അപ്പൊ നമുക്കത് കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ലേ ഏത് വസ്തുവാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? റൈറ്റ് ആൻ എക്സ്പെരിമെന്റ് ടു പ്രൂവ് ദാറ്റ് ലൈറ്റ് ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നു എന്ന് തെളിയിക്കുന്നതിനായിട്ട് ഒരു പരീക്ഷണം എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ അമ്മുക്കുട്ടിയുടെ പരീക്ഷണം പറഞ്ഞില്ലായിരുന്നു. ഇന്ന് അമ്മുക്കുട്ടിയുടെ പരീക്ഷണത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താ, നമ്മൾ 3 കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. 3 കാർഡ്ബോർഡിന് നടുവിലായിട്ട് ഒരു ഹോള് സുഷിരം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ നമ്മൾ മെഴുകുതിരി നാളുമേട് വെച്ചിട്ടുണ്ട്.
എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഈ 3 കാർബോർഡും വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് കൂടെ നോക്കുമ്പോൾ നമുക്ക് പ്രകാശം കാണാൻ പറ്റുന്നു, എന്നുവെച്ചാൽ മെഴുകുതിരിനാളം കാണാൻ പറ്റുന്നു അല്ലെ. എന്നിട്ട് ആ കാർബോർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നോക്കിയതാ, ചെറുതായിട്ട് ഇങ്ങനെ മാറ്റി നോക്കി നമുക്ക് ലൈറ്റ് കാണാൻ പറ്റുമോ, പ്രകാശം കാണാൻ പറ്റുമോ? ഇല്ല. വാട്ട് ഈസ് ദ റീസൺ? എന്താ റീസൺ എന്ന് പറയുന്നത് നമുക്കറിയാം, പ്രകാശം സഞ്ചരിക്കുന്നത് നേർരേഖയിൽ മാത്രമാണ്. അപ്പൊ കട്ടിയുള്ള 3 കാർബോർഡ് എടുക്കുക, അതിൽ നടുവിലായി നമ്മൾ സുഷിരങ്ങൾ ഉണ്ടാക്കുക, മെഴുകുതിരിനാളം കാണുന്ന രീതിയിൽ അത് അറേഞ്ച് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് അതിന്റെ പൊസിഷൻസ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. മേക്ക് ദ ഹോൾസ് ഇൻ 3 thick cardboards as shown in this figure. Arrange them in such a way that the flame of the burning candle is visible through holes. എന്നിട്ട് പൊസിഷൻ നമ്മൾ we can change the slight shift in the position of any of these 3 cardboard. ജസ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ മക്കളെ? പ്രകാശം സഞ്ചരിക്കുന്നത് നേർരേഖയിലൂടെയാണ്, സ്ട്രെയിറ്റ് ലൈനിലൂടെയാണ്. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മൂൺ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ വാട്ട്? എന്തിനാണ്? ചന്ദ്രൻ എന്തിന്റെ ഉദാഹരണമാണ് മക്കളെ? സുതാര്യമാണോ, അതാര്യമാണോ, അതോ അർദ്ധധാര്യ വസ്തുവാണോ, ട്രാൻസ്പെറന്റ് ആണോ, ട്രാൻസ്ലൂസന്റ് ആണോ, അഥവാ ഒപ്പാക് ആണോ? ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? നമുക്കറിയാം മൂണ് അതേപോലെ എർത്ത് എന്നൊക്കെ പറയുന്നത് ലൈറ്റിനെ കടത്തിവിടാത്ത ആളുകളാണ്, അതാര്യ വസ്തുക്കളാണ്, ഒപ്പാക് ഒബ്ജക്ട്സ് ആണ് എന്ന് നമുക്ക് അറിയാം. റെഡി? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ക്ലാസിഫൈ ദ ഫോളോയിങ് ഒബ്ജക്റ്റ് ഇൻടു ദോസ് ദാറ്റ് കാസ്റ്റ് ഷാഡോസ് ആൻഡ് ദോസ് ഡു നോട്ട്. അപ്പൊ നമുക്ക് എന്താണ് താഴെ കൊടുത്തിട്ടുള്ള നിഴൽ ഉണ്ടാക്കുന്നവയും നിഴൽ ഉണ്ടാക്കാത്തവയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലെ. യെസ്. അപ്പൊ ഏതൊക്കെയാ തന്നിട്ടുള്ളത്? ഗ്ലാസ് പേപ്പർ, കാർഡ്ബോർഡ്, വുഡൻ പ്ലാങ്ക്, ഗ്ലാസ് ഷീറ്റ്, ടൈല്, എയർ ആണ് മക്കൾക്ക് തന്നിട്ടുള്ളത്. ഗ്ലാസ് പേപ്പറും കാർഡ്ബോർഡും മരപ്പലകയും ഗ്ലാസ് ഷീറ്റും ഓട് വായു ആണ് മക്കൾക്ക് തന്നിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെയാ മക്കളെ നിഴൽ ഉണ്ടാക്കുക, ഏതൊക്കെയാ നിഴൽ ഉണ്ടാക്കാത്തവ? നമുക്കറിയാം നിഴൽ ഉണ്ടാക്കില്ല എന്ന് പറയുമ്പോൾ അതെന്താണ്? അതാര്യ വസ്തുക്കളായിരിക്കും, ഒപ്പാക് ഒബ്ജക്ട്സ് ആയിരിക്കും അല്ലെ. സോറി, നിഴൽ ഉണ്ടാക്കുന്നവ അല്ലെ. നിഴൽ ഉണ്ടാക്കുന്ന ആളുകൾ ആരാണ്? ഒപ്പാക് ഒബ്ജക്ട്സ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിൽ ഏതൊക്കെയാ ഒപ്പാക് ഒബ്ജക്ട്സ് ആയിട്ട് വരുന്നത്? നമ്മുടെ കാർഡ്ബോർഡ്, മരപ്പലക എന്ന് പറയുന്ന 2 ആളുകള് നമ്മൾ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് ലൈറ്റിനെ വിടാത്ത ആളുകളാണ്. അവരെന്താണ്? ഒപ്പാക് ഒബ്ജക്ട്സ് ആണ്. അതേപോലെ നമ്മുടെ ഓടിലൂടെ ലൈറ്റ് അടിച്ചു നോക്കി അപ്പുറത്തോട്ട് പോവില്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ഒപ്പാക് ഒബ്ജക്ട്സ് ആണ്, അവര് നിഴൽ ഉണ്ടാക്കുന്നവയാണ്. അതേസമയം ഉണ്ടാക്കാത്ത ആളുകൾ ആരൊക്കെയാണ്? നമ്മുടെ ഗ്ലാസ് പേപ്പർ, ഗ്ലാസ് ഷീറ്റ്, വായു, ഇതൊക്കെ എന്താണ്? ലൈറ്റിനെ കടത്തിവിടുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവരൊന്നും നിഴൽ ഉണ്ടാക്കുന്നില്ല. നിഴൽ ഉണ്ടാക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? നമ്മുടെ ഒപ്പാക് ഒബ്ജക്ട്സ് ആണ്, അതാര്യ വസ്തുക്കളാണ്. അതിന് എക്സാമ്പിൾ ആണ് കാർഡ്ബോർഡ്, മരപ്പലക, അതേപോലെ നമ്മുടെ ഓട് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്റെ മക്കൾക്ക് ഇപ്പൊ കിട്ടിയില്ലേ? അപ്പൊ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇത്രയും മാർക്ക് എന്റെ മക്കൾക്ക് സ്കോർ ചെയ്തോടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. അപ്പൊ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറെ വീഡിയോസ് മക്കൾക്ക് ഇനി മിസ് കാണിച്ചു തരാം. അപ്പൊ മക്കൾ നന്നായി തന്നെ എക്സാമിന് പഠിക്കുക. എല്ലാ മക്കൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്.